ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു പിസ്സ ഡോ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഡോ ഉപയോഗിച്ച് അനായാസം പിസ്സ വീട്ടിലുണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ പിസ്സ ഡോ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി ഒരു പാത്രത്തിൽ 250 ml 40 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളമെടുക്കുക. ഈ വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ചേർക്കുക. 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കുക. ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ മിശ്രിതം ഈസ്റ്റ് ആക്റ്റീവ് ആകാനായി 10 മിനിറ്റ് നേരത്തേക്ക് മാറ്റിവെക്കുക. 10 മിനിറ്റിന് ശേഷം മറ്റൊരു ബോളിലേക്ക് 450 ഗ്രാം മൈദ എടുക്കുക. ഇതിലേക്ക് 50 ഗ്രാം റവ മാവ് ചേർക്കുക. നല്ല ക്രിസ്പിയായ ക്രസ്റ്റ് ലഭിക്കുന്നതിനാണ് റവ ചേർക്കുന്നത്. ഇനി ഇവ രണ്ടും കൈകൊണ്ട് നന്നായി കുഴച്ച് മധ്യത്തിലായി ഒരു കുഴി ഉണ്ടാക്കുക. ഇതിലേക്ക് ഈസ്റ്റ് കലക്കിയ വെള്ളം ഒഴിക്കുക. നന്നായി കുഴച്ച് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുക. 50 ml ഒലിവ് ഓയിൽ ചേർക്കുക. ഇവയെല്ലാം കുഴച്ച് യോജിപ്പിക്കുക. ഇനി ഈ മാവിനെ ടേബിൾ ടോപ്പിലേക്ക് മാറ്റുക. നന്നായി കുഴച്ച് യോജിപ്പിക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ വശങ്ങളെ ഉള്ളിലേക്ക് തള്ളി കുഴയ്ക്കുക. നന്നായി കുഴയ്ക്കുന്നത് വളരെ സുപ്രധാനമാണ്. അപ്പോഴാണ് ഡോയിൽ ഗ്ലൂട്ടൻ ഉണ്ടാകുന്നത്. ഗ്ലൂട്ടൻ ഡോയ്ക്ക് നല്ല സ്ട്രക്ചറും ഇലാസ്റ്റിസിറ്റിയും നൽകുന്നു. നന്നായി കുഴയ്ക്കുന്നത് നല്ല പിസ്സ ബേസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഏകദേശം 10 മിനിറ്റോളം നന്നായി കുഴയ്ക്കുക. ഇപ്പോൾ നമുക്ക് കാണാം, ഈ മാവ് നല്ല ഇലാസ്റ്റിക്കായി സ്ട്രെച്ച് ചെയ്യാവുന്ന പരുവത്തിലായിട്ടുണ്ട്. ഇനി ഈ മാവിനെ ഉരുട്ടി ഷേപ്പാക്കി എടുക്കുക. ഇനി എളുപ്പം ഇളകി വരാനായി പാത്രത്തിലേക്ക് അല്പം ഓയിൽ തടവുക. മാവിനെ അതിലേക്കിട്ട് പ്ലാസ്റ്റിക് റാപ്പ് ഉപയോഗിച്ച് നന്നായി കവർ ചെയ്യുക. കുഴച്ച മാവിനെ ഏകദേശം 2 മണിക്കൂർ നേരം റൈസ് ആകുന്നതുവരെ മാറ്റിവെക്കുക. ഇപ്പോൾ ഈ റൂമിലെ ചൂട് 23 ഡിഗ്രി സെൽഷ്യസും വീട്ടിന് പുറത്ത് -4 ഡിഗ്രി സെൽഷ്യസുമാണ്. റൂമിൽ 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂടെങ്കിൽ 1 മണിക്കൂർ മാറ്റിവെച്ചാൽ മതിയാകും. 2 മണിക്കൂറായി പ്രൂഫായ മാവാണിത്. ഇനി ഇതിൻ്റെ വെയിറ്റ് നോക്കിയതിനു ശേഷം 3 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുക.
ചെയ്ത ഓരോ ഡോയെയും വീഡിയോയിൽ കാണുന്നത് പോലെ ഷേപ്പ് ആക്കി എടുക്കുക. നമുക്ക് വിശദമായി കാണാം. കൈവച്ച് വശങ്ങളെയെല്ലാം ഉരുട്ടിയെടുക്കുക. ഇനി രണ്ട് വശങ്ങളെ തമ്മിൽ അമർത്തി യോജിപ്പിക്കുക. മറ്റ് രണ്ട് വശങ്ങളെ നന്നായി അമർത്തി യോജിപ്പിക്കുക. ഇനി മേശയുടെ പുറത്ത് വെച്ച് നന്നായി ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി അടിവശത്ത് ദൂരമുണ്ടെങ്കിൽ നന്നായി അമർത്തി യോജിപ്പിക്കുക. ഇപ്പോൾ 3 പിസ്സ ഡോ തയ്യാറായിരിക്കുകയാണ്. പക്ഷേ പിസ്സ ഉണ്ടാക്കാൻ ഇനിയും ഇത് പ്രൂഫ് ചെയ്യേണ്ടതുണ്ട്. ഒരു ട്രേ എടുത്ത് അതിൽ എണ്ണ തടവുക. ഡോയിലും എണ്ണ തടവിയതിനു ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ട്രേയിലേക്ക് വെക്കുക. ഡോകളുടെ ഇടയ്ക്ക് പ്രൂഫ് ചെയ്യാൻ ആവശ്യത്തിന് സ്പേസ് ഇട്ട് പ്ലാസ്റ്റിക് റാപ്പ് ഉപയോഗിച്ച് കവർ ചെയ്യുക. ഏകദേശം 6 മണിക്കൂറെങ്കിലും ഈ ഡോയെ പ്രൂഫ് ചെയ്യാൻ അനുവദിക്കുക. പൂർണ്ണമായി പ്രൂഫായ ഡോയാണിത്. ഇപ്പോൾ നമ്മൾ പിസ്സ ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഡോയെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. പിസ്സ ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഈ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ഡോയെ റൂം ടെമ്പറേച്ചറിലേക്ക് മാറ്റാവുന്നതാണ്. ഈ തയ്യാറാക്കിയ ഡോ ഉപയോഗിച്ച് വീട്ടിലെ ഓവനിൽ തന്നെ രുചികരമായ പിസ്സ നിങ്ങൾക്കുണ്ടാക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും കൃത്യമായി നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് റോക്കിംഗ് റോക്ക്.